പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദിനങ്ങൾ 14-ാം ദിനത്തിൽ ഇതാ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു വചനം ഇതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന 7 ദിനങ്ങൾ 2-ാം ദിനമാണ് അതിലെ. ഈ ദിനത്തിൽ ഇതാ തമ്പുരാൻ നമ്മളോട് അമ്മ വഴിയായിട്ട് പറയുക, എൻ്റെ കൈവെപ്പിലൂടെ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, ഉദാശകളുടെ സ്വീകരണത്തിലൂടെ നമ്മളിൽ എല്ലാവരിലും ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ നിറവ് കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമുള്ളവരാണ് നമ്മളെല്ലാവരും. പ്രിയമുള്ളവരെ, ആ ദൈവിക ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കണം. ആ ദൈവിക ചൈതന്യത്തെ എങ്ങനെ ഉജ്ജ്വലിപ്പിക്കണം? ആ ദൈവിക ചൈതന്യത്തെ നമ്മൾ വളർത്തണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്ലീഹന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ദൈവ ചൈതന്യത്തിൻ്റെ നിറവിലേക്ക് അവർ കടന്നു വന്നു. അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവർ, ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ധൈര്യവും ശക്തിയും പ്രത്യാശയും നൽകി ആത്മാവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. പലപ്പോഴും പലരും പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, അച്ഛാ ഒന്നും ചെയ്യുമ്പോൾ ഒരു താല്പര്യമില്ല, ഒരു ഉന്മേഷമില്ല, ഒരു ഉണർവില്ല. ഉന്മേഷം നൽകുന്നത്, ഉണർവ് നൽകുന്നത്, പുതുജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയമുള്ള നമ്മളെല്ലാവരിലും ഉണ്ട് ആ ദൈവിക ചൈതന്യം. അതിനെ ഒന്നുകൂടെ ഒന്ന് മിനുക്കിയെടുക്കുവാൻ, ഒന്നും കൂടി ഒന്ന് പരുവപ്പെടുത്തി എടുക്കുവാൻ, ജീവിതത്തിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ ഈ ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തുവന്നേ, സഹായിക്കുമെന്നേ. നമ്മളിലുണ്ട്. അതിനെ ഒന്നും കൂടെ കണ്ടെത്തുവാൻ, ഒന്നും കൂടെ വർദ്ധിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നോക്കി സ്ലീഹന്മാർ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവരുടെ എല്ലാവരുടെയും മുകളിലേക്ക്, ജീവിതത്തിലേക്ക് പറന്നിറങ്ങിയതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ നിറവും ചൈതന്യവും വർദ്ധമാനമാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യേശോ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലേക്ക്, നിറവിലേക്ക് നമ്മളെല്ലാവരെയും നയിക്കും. തീർച്ചയാണ്. പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ, നിയോഗങ്ങളെ ദിവികാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമിച്ച് പരിശുദ്ധ പരമദിവികാരുണ്യേശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യേശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യേശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ മഹത്വം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഈ ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നമ്മളെ നയിക്കുന്ന ദിവസങ്ങളാണ്. ഈ തിരുവൽത്താരയിൽ നിന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരങ്ങളെ, നമ്മളിലെല്ലാവരിലും ദൈവത്തിൻ്റെ കൃപയുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടെന്നേ. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, ഓരോ കൂദാശയുടെ സ്വീകരണത്തിലൂടെ ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്, നമ്മളെ കൈപിടിച്ച് നടത്തുന്നതാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് കൂടുതൽ ജ്വലിപ്പിക്കുവാൻ, കൂടുതൽ പ്രത്യാശയിൽ വളരുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ. ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ച ദൈവീക ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ കൃപയരുളണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളിലുള്ള ദൈവിക ചൈതന്യത്തെ നീ വർദ്ധമാനമാക്കണമേ, വർദ്ധിപ്പിക്കണമേ. നമുക്ക് കരങ്ങളൊന്ന് കുപ്പി പിടിക്കുക. നമ്മുടെ പ്രാർത്ഥനകളെ
നിയോഗങ്ങളെ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നമ്മൾ സമർപ്പിക്കുന്നു പ്രത്യേകമായിട്ട്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈ ശുശ്രൂഷയിൽ അനേകർ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും സമർപ്പിക്കാം. ഓരോരുത്തരിലും ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു നിറവ്, ഒരു അഭിഷേകം, ഒരു പൂർണ്ണത കടന്നു വരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഹോളി ഫയർ മിനിസ്ട്രിയുടെ പഠാശ്രമത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കാം. ദൈവിക ചൈതന്യത്താൽ എല്ലാവരും നിറയപ്പെടുവാൻ ദിവികാരുണ്യീശോയെ അനുഗ്രഹിക്കണമേ. നിയോഗങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നിൻ്റെ ഉദ്യമ മേഖലകളെല്ലാം ദിവികാരുണ്യീശോയെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ കൂപ്പി മുട്ടിന്മേലായിരുന്നു കൊണ്ട് ദിവികാരുണ്യീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.